അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ത്യ ചാനലുകളെല്ലാം ചർച്ച നടന്നുകൊണ്ടുള്ളത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല, കർണാടകത്തിൽ മാത്രമല്ല, ഹിന്ദി ചാനലുകൾ വരെ നിമിഷപ്രിയ എന്ന വിഷയത്തിൽ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് എ പി ഉസ്താദ് ഇടപെട്ട ഒരു വിഷയമായിട്ടിട്ട്, അതായത് ഇതുമായി സംബന്ധപ്പെട്ടുകൂടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊറിയ ആൾമാർക്ക് 99% ആൾമാരും ഉസ്താദിനെ അഭിനന്ദനാക്കിയങ്ങമേ ഉള്ളത്. അതിൽ 1% ആൾമാർ അത് ശരിയല്ല എന്ന് ചൊന്നങ്ങം ഉള്ളത്, അത് ഉസ്താദിനെ എതിർത്തങ്ങം ഉള്ളത്, അതുപോലെ ഇത് ഉസ്താദിനെ കൊണ്ടായതല്ല, ഈ ക്രെഡിറ്റ് അത് വേറെ കൊടുക്കുവാനായി പ്രവർത്തിച്ചങ്ങുള്ളത്. ഇപ്പൊ ഉസ്താദ് പ്രവർത്തിക്കുന്നത് അത് ആവാണ്ടിക്കുക, അത് സഫലമാവാണ്ടിക്കുവാനായിട്ട് നോക്കിക്കൊണ്ടുള്ളതും ഉള്ളത്. അതൊട്ടു പല ടെക്സ്റ്റ് മെസ്സേജുകളാണ് കണ്ടത്. അതായത് അവിടെയുള്ള ഒരു പെണ്ണ്, നിമിഷപ്രിയ എന്ന കേരളത്തിലെ പാലക്കാട് ജില്ലയിൽപ്പെട്ട ആ പെണ്ണ്, യമൻ ദേശത്തുള്ള ആ ജയിലിൽപ്പെട്ട ആ പെണ്ണിനെ രക്ഷപ്പെടുത്തുവാനായി എ പി ഉസ്താദ് അതൊക്കെ മുൻകൈയെടുത്തത് എന്നുള്ളത്. അതേ സമയത്ത് ഇവിടെ കുറെ ആൾമാർ ജയിലിലില്ലേ, എന്തുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടുത്തില്ല എന്നുള്ളതായിട്ട് അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജുകൾ. എന്നാ അങ്ങോട്ട് ഞാൻ ചൊല്ലുള്ളത്, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഈ കേസിൽ ഇടപെട്ടത് കാലി ഗല്ലു ശിക്ഷ അവിടേക്ക് 72 ഗಂಟೆ മുന്നേ, അതായത് 3-4 മുന്നോളായിട്ട് ഈ കേസ് ആയിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് ഈ കേസ് ഒരു അവിടുത്തെ പിന്നെ തലാഖ് എന്നുള്ള ഒരു സഹോദരന്റെ കൊന്ന വിഷയത്തിലായിട്ട് അറസ്റ്റിലായത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഡീറ്റെയിൽ നമുക്ക് പിന്നെ ചൊല്ലാം. അപ്പൊ ഓലെ അറസ്റ്റിലായത് ഒരു കൊല കേസിലായിട്ട് ഓലെന്താക്കിയിട്ടല്ല അവന്റെ കൊന്നിടല് എന്നുള്ളത്. അപ്പൊ ഇത് 10 വർഷത്തിൽ സതത ഇങ്ങനെ പ്രയത്നമാക്കി ഒരു തെളിവും കാണാണ്ടിരിക്കുമ്പോ ഞാൻ ഇന്നാലെ 16 താരീഖ് ഗല്ലു ശിക്ഷ ആവണേക്ക് ಅದಕ್ಕೆ 3 നാൾ മുന്നോല് എ പി ഉസ്താദിനെ കാലിലടിക്ക് വന്നിട്ട് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തുക, ഞങ്ങളെ ഈ പെണ്ണിടെ രക്ഷപ്പെടുത്തുക ചാണ്ടി ഉമ്മൻ, അതായത് ഉമ്മൻ ചാണ്ടിയുടെ മോൻ, അതുപോലെ താലുമാർ എ പി ഉസ്താദിന്റെ മോൻ അക്കീം അസ്ഹറുടെയും ബന്ധപ്പെട്ടപ്പോ എ പി ഉസ്താദ് നടത്തി ഒരു ഫോൺ കോളിലായിട്ട് ഗല്ലു ശിക്ഷ പെറവായി എന്നല്ലാണ്ട് അവള് കൊന്നിട്ടില്ല, അവളെ ഭാഗത്തെ ന്യായീകരിക്കണമോ അവളാക്കിയത് ശരിയിട്ടൊന്നും എ പി ഉസ്താദ് ചൊന്നതല്ല. അവൾക്ക് കൊടുക്കേണ്ട ഇസ്ലാമിന്റെ നിയമത്തിൽ 1ാമത്തെ നിയമം കൊന്നവളെ കൊല്ലുക എന്നത് തന്നെയായിട്ട്. 2ാമത്തെ ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ പൈസ എടുത്തിട്ട് വിട്ടുപൂടാ എന്നുള്ളത്. 3ാമത്തെ ഒന്നുണ്ട്, പൈസയും വേണ്ട ഓലെ കൊല്ലെടുത്തും വേണ്ട വിട്ടുപൂടാ എന്നുള്ളത്. അപ്പൊ ഇതിൽ അത് ആർക്ക് ചൊല്ലുകാവില്ല, അത് എ പി ഉസ്താദും ചൊല്ലുകാവില്ല, അത് യമന്റെ ഗവൺമെന്റും ചൊല്ലുകാവില്ല, അത് ഫാമിലിക്കുള്ള അവകാശമായിട്ട്. അതായത് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഫാമിലി ഞങ്ങൾക്ക് അത് മാഫാക്കുള്ള അധികാരം, അത് അങ്ങനെ ചെയ്യണത്തെ. അപ്പൊ ഇത് ഉസ്താദ് ഇടപെട്ടതായിട്ട്. അപ്പൊ ഈ ടെക്സ്റ്റ് എഴുതിയ ആളുമാരോട്ട് ഞാൻ കേൾക്കേ, അതായത് ഇവിടെ കുറെ ആളുമാർ ജയിലുള്ളത് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ളത്. നീ ഉസ്താദിനെ മുട്ട പോണു, പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, ഒരു ട്രെയിൻ പറ്റിയിട്ട് ഉസ്താദിനെ മുട്ട പോയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കഷ്ടമുണ്ട്, ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു പരിഹാരം തരും ചെന്നെങ്കിൽ ഉസ്താദ് തീർച്ചയായിട്ടും അതിൽ കണ്ട്. എത്രയോ ആളുമാർ പോയിട്ട് അതില് അങ്ങക്ക് ഒരു കഷ്ടപ്പെടുമ്പോ ഉസ്താദിനെ കണ്ടതിക്ക് പരിഹാരം കണ്ടിട്ടോ. അത് മുസ്ലിമീങ്ങും പോയാൽ അല്ലാത്തങ്ങും പോയിരോ, ഈ മുന്നോറും പോയിരോ. എവിടത്തോളം ചെന്നെങ്കിൽ ഒരു കൊരിയ വർഷത്തേക്ക് മുന്നോർ ഉസ്താദ് ശ്രീലങ്കത്തിൽ എത്തിയപ്പോ ശ്രീലങ്കത്തെ ജയിലിൽ പെട്ടുപോയ തന്നെ. അപ്പൊ ഉസ്താദ് അവിടേക്ക് ബണ്ട് എന്ന ശ്രീലങ്കത്ത് ഉസ്താദ് എത്ര എന്നുള്ള ഒരു വിഷയം ആ ജയിലിൽ നിന്നും കറിഞ്ഞപ്പോ അങ്ങ് ആരമോ പിടിച്ച് എന്തെല്ലാം ആക്കിയിട്ട് ഉസ്താദിന്റെ കാതുക ഇങ്ങനെയുള്ള ആളുമാരുടെ ഉള്ളത് എന്ന് എത്തുവാട്ടി കൊടുക്കുകയായി എന്തെല്ലാം ആക്കിയിട്ട് ഉസ്താദിന്റെ കാതുക എത്തുവാട്ടി കൊടുക്കുക. ഉസ്താദ് അവിടെ മന്ത്രിയുമായി പലക്കെ പറഞ്ഞിട്ട് അവിടെ ജയിലിൽ നിന്നും മോചിപ്പിച്ച സംഭവമുണ്ട്. അപ്പൊ ഉസ്താദ് ഇത് ഫസ്റ്റ് അല്ല, ഈക്ക് മുന്നോറും നീ ഏത് ടീമിടാണ്, ഏത് ജാതിയിലാവണം, നീ ഏത് സംഘടനയിൽപ്പെട്ടാണ് ഒന്നും കേൾക്കാണ്ട് തന്നെ എത്രയോ പ്രവർത്തനങ്ങൾ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ നടത്തിയതുണ്ട്. നല്ല മനസ്സുകൊണ്ടത് കാണുമ്പോൾ അപ്പൊ അവിടത്തേക്ക് പോയിട്ടൊന്ന് ചൊന്നാൻ കണ്ടെങ്കിൽ ഈ ഗീച്ചിന്റെ ആളുമാർ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഗീച്ചിന്റെ ആളുമാർ ഇങ്ങനെ വിചാരിച്ചിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടാ എ പി ഉസ്താദ് ഞങ്ങളെ പോലെ യൂട്യൂബ് നോക്കിക്കൊണ്ടും വാട്സാപ്പ് നോക്കിക്കൊണ്ടും എന്തെങ്കിലും ഒരു വിഷയം ഞങ്ങളെല്ലാം ചെന്നിട്ട്
ಅದಕ್ಕೆ ഇടപെട്ടിട്ട് നാനത് സേമാക്കി തന്നെ ഉസ്താദ് ഇടപെട്ടിരുന്നല്ല. ഉസ്താദ് കാലി 3-4 മുന്നോട്ട് ഉസ്താദിനെ കാലിലടിക്കാന്ന് വന്നിട്ടാകുമ്പോഴത്തത് അതൊക്കെ ആ ശിക്ഷയുടെ കൊല്ലുക എന്ന ശിക്ഷയിൽ നിന്നും പൈസ എടുത്തിട്ട്, അതായത് ബ്ലഡ് മണി ചൊല്ലില്ലേ, അതായത് ഈ കൊന്ന കുടുംബത്തങ്ങ ഞങ്ങൾക്ക് ഇത്ര പൈസ തറന്നു ചൊന്നിട്ട് പൈസ എടുത്തിട്ട് മാഫ് കൊടുക്കുക. അബ്ദുറഹ്മാൻ എന്ന സൗദിയിൽ ഒരു കൊലക്കേസിൽ അതെ ഒരു എന്തോ അതെന്തോ അതിൽ യഥാർത്ഥം എന്തിനാണ് ഞങ്ങൾ ಗೊತ್ತಿಲ್ಲ. അപ്പോ അവിടെ അങ്ങനെ ആ കുടുംബത്തങ്ങ് പൈസ എടുത്ത് ലാസ്റ്റ് ടൈമിലായിട്ട് മാഫ് കൊടുത്തത്. അതേപോലെ ഈ കുടുംബത്തങ്ങൾക്ക് ആ ഒരു ഇതിനെല്ലാം സ്വീകരിക്കാവോ തീരുവ എന്നായിട്ട് ഉസ്താദ് അവിടെ ചൊന്നത്. എന്നല്ലാണ്ട് ഓരോ ഭാഗം ന്യായീകരിച്ചതോ ഓല് ചെയ്തത് ശരിയോ എന്ന് ഓല് ചെയ്തത് ശരി എന്നൊന്നും ഉസ്താദ് ചൊന്നത് അല്ല. അപ്പൊ ഈ ഉസ്താദിന്റെ ഇടപെടലിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ എല്ലാ ആളുമാറും ഉസ്താദിനെ വിരോധിച്ച ആളുമാർ, അതായത് മറുനാടൻ മലയാളം ചൊന്നിട്ട് ഒരു ചാനലിൽ ഒരു മനുഷ്യ ഭയങ്കര AP ഉസ്താദിനെ വിരോധിച്ച വ്യക്തിയായിട്ട്, അതുപോലെ പല ചാനലുകളും മലയാളത്തിൽ AP ഉസ്താദിനെ വിരോധിച്ചാണ്. ഇതിനെ സംബന്ധിച്ചൊക്കെ സപ്പോർട്ടായിട്ട് നല്ല അഭിനന്ദനാക്കിയ ആളുമാറായിട്ട് അതിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളായ ഞങ്ങൾക്കും ഒരു അഭിമാനം ഉണ്ട്. ചെന്നെങ്കിൽ ഇവിടെ ഓൾ ചെയ്തത് ഞങ്ങൾ ന്യായീകരിക്കലല്ല, ചെയ്തത് തപ്പ് തന്നെ. ഇസ്ലാം അതൊക്കെ ശിക്ഷ വിധിച്ചതും ഇത് തന്നെ ആയിട്ടിക്കട്. ഒന്നാ കൊല്ലുക, അതെല്ലാം കുടുംബത്തിനക്ക് മാഫ് കൊടുക്കുള്ള അധികാരം. മാഫ് കൊടുക്കുക, പൈസ എടുത്തിട്ടും കൊടുക്കുക അല്ലാണ്ടും കൊടുക്കുക. അപ്പൊ ഇത് ഇസ്ലാമിലുള്ള ഒരു നിയമമായിട്ടിക്കട്. അപ്പൊ ആ കൊല്ലുക എന്ന നിയമത്തിൽ നിന്ന് മാഫ് കൊടുക്കുക എന്ന നിയമത്തിൽ നിങ്ങൾ ബന്ധ്യം കണ്ടെങ്കിൽ നിങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം കിട്ടുന്ന കാര്യമല്ലേ എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തുള്ളൂ എന്നായിട്ടിക്കട് AP ഉസ്താദ് ചെയ്തൊരു കാര്യം. അപ്പോ ഇത് എങ്ങനെ ചെയ്തത് എന്നുള്ളതായിട്ട് പിന്നത്തെ വിഷയം. AP ഉസ്താദ് ഇത് ചെയ്തത്, AP ഉസ്താദ് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹിബ് ഉസ്താദിന്റെ മർക്കസ് പലവട്ടം വന്ന വ്യക്തിയായിട്ട് ഉമർ ഹബീബ് ബിൻ ഹാഫിസ് എന്ന വലിയ യമനിലെ പണ്ഡിതൻ മഹാനവർകൾ ചുമവട്ടം ഇവിടെ വന്നത്. ആ യമനിലെ സൂഫി പണ്ഡിതനായ ദാറുൽ മുസ്തഫ എന്ന വലിയൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുള്ള ആ വലിയൊരു മഹാനവർകൾ റമദാനിലൊക്കെ ദീർഘകാലം ഖുർആൻ ഓതി നിസ്കരിക്കല്. അവിടെ നിസ്കരിക്കോ വേനായിട്ട് കുറെ ആൾമാർ വലിയ വലിയ സൂഫിയാർമാരെല്ലാം ബണ്ടർ അങ്ങനത്തെ ഒരു വലിയൊരു പണ്ഡിതനായിട്ടിക്കട് മഹാനവർകൾ. അത് AP ഉസ്താദ് ഏറ്റവും അടുത്ത ആളായിട്ടിക്കട്. അപ്പൊ ഇങ്ങനെ AP ഉസ്താദിന് മുട്ട വന്നിട്ടാകുമ്പോ ഇങ്ങനെ കേന്ദ്ര സർക്കാരും എല്ലാം ഈ 8 വർഷത്തിൽ ഈ പറ ഇങ്ങക്ക് ആ കുടുംബത്തെ മീട്ടാവുക അങ്ങോട്ടോ പലക്കറയോ ഇങ്ങനെ കൊണ്ട് സാധ്യമായിട്ടില്ല. എന്തു ആക്കും ഇങ്ങനെ കൊണ്ടായിട്ടില്ല. ഇതൊക്കെ പൈസ പിരിച്ചിടർ, പൈസ ഒട്ടാക്കിടർ, ഞങ്ങൾ പൈസ തണ്ടായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഈ കുടുംബത്തെ മീട്ടാവുക ഇങ്ങനെ കൊണ്ടാവില്ല, ആർക്കും ആവില്ല. അത് ഗവൺമെന്റും ആവില്ല. എന്താ ആവില്ല കേട്ടെങ്കിൽ യമൻ എന്ന രാജ്യത്തെ ഇപ്പത്തെ പരിസ്ഥിതി അവിടെ നോക്കാൻ കണ്ടെങ്കിൽ യമൻ എന്നതിലെ ഒരു ഭാഗം ഹൂത്തിയും ചൊല്ലൊരു വിഭാഗത്തെ അധികാരത്തിലായിട്ട് അങ്ങനെ കയ്യിലായിട്ട് ഉള്ളത്. അപ്പുറത്ത് യമൻ എന്നുള്ളത് ഒരു ഭാഗത്ത് ആ യമന്റെ ഗവൺമെന്റ് ശരിയായ ഗവൺമെന്റ് ഉണ്ട്. ഈ ഹൂത്തിങ്ങാൻ ചൊല്ലൊരു വിഭാഗത്തിൽപ്പെട്ട അങ്ങനെ ഈ തലസ്ഥാനത്തിലായിട്ട് ഈ പെണ്ണ് അറസ്റ്റിലായിട്ടുള്ളത്. മഹാനായ ഈ ഉമർ ഹബീബ് ഇബ്ൻ ഹാഫിസ് മഹാനവറുകളെ ഉസ്താദ് മീറ്റായിട്ടാകുമ്പോ അയാളിന്റെ ജാഗയിൽ നിന്നും 16 ഗಂಟೆ യാത്ര ചെയ്തിട്ട് അത്ര ദൂരത്തേക്ക് പോകണം. അവിടെ പോയിട്ടായിട്ട് ഈ കാര്യം ഇടപെട്ട് ശരിയാക്കേണ്ടത്. ഇതിപ്പോ എങ്ങനെ ചൊന്നെങ്കിൽ ഞങ്ങളെ റായത്തങ്ക് മനസ്സിലാകുവാനായിട്ട് ഞാൻ ചൊല്ലേ മൈക്കാലത്ത് വലിയൊരു പണ്ഡിതനുണ്ട്. യമനിൽ നിന്ന് വന്ന ഒരാള് ഇവിടെ ബോംബെയിൽ ഒരു ജയിലിൽ അയാൾ അറസ്റ്റിലായിട്ട് ഒരു ജയിലിൽ ബോംബെയിൽ ഇട്ടർ ബോംബെയിൽ. അപ്പൊ മൈക്കാലത്ത് നിന്നൊരു പണ്ഡിതൻക്ക് യമന്റെ ഒരു പണ്ഡിതൻ ഫോണാക്കി ചെന്ന് നിങ്ങളെ ഇന്ത്യയിൽ ഞങ്ങളെ ഇന്നിങ്ങനത്തെ ജാഗ്യയിൽ ഞങ്ങളുടെ യമൻ രാജ്യത്തെ ഒരു പൗര ഒരാളെ ജയിലിലാക്കിയത് എന്തെങ്കിലാക്കി അയാളെ മോചിപ്പിക്കുക ആവാൻ കേട്ടെങ്കിൽ ഈ മൈക്കാലത്തിലുള്ള പണ്ഡിതൻ ബോംബെയിലുള്ള ജയില് അവിടുത്തെ കേസുമായി ബന്ധപ്പെട്ട് ആ ഫാമിലിയെ മീറ്റായിട്ട് സമാപനം കണ്ടെങ്കിൽ എത്ര സാറുണ്ടോ അതുപോലത്തെ സാറായിട്ടില്ല ചൊന്നെങ്കിൽ മഹാനായ AP ഉസ്താദ് ബന്ധപ്പെട്ടത് ആ യമനിലെ പണ്ഡിതനൊട്ടി. യമന്റെ പണ്ഡിതൻ തരിയം ചൊല്ല അവർ രാജ്യത്തിലായിട്ടില്ലേ അവിടെ ഈ കൊല നടത്തിയ അതായത് പലാല് ചൊന്നിട്ട ഒരു സഹോദരന്റെ ആയിട്ട് ഓർക്കുന്നില്ല. ആ ഫാമിലിക്ക് പോയിട്ട് കൊലക്കറിയണമെങ്കിൽ അവിടെ എത്തണമെങ്കിൽ 16 ഗಂಟೆ യാത്ര ചെയ്യണം. ഇവിടെ ഉള്ളതാണെങ്കിലോ 3 നാളത്തെ ഗ്യാപ്പ് മാത്രം. അപ്പൊ ഉസ്താദുടെ ഫോൺ ആക്കിയിട്ടാകുമ്പോ ആ പണ്ഡിതൻ എന്താക്കിയെത്തും ചെന്നെങ്കിൽ അയാളെ
ക്യാറെ പോലുള്ള ഒരു ജഡ്ജി ഈ റായത്തിൽ അത് ഈ കൊല വിധിച്ച ആ റായത്തിലെ വലിയൊരു പോസ്റ്റുള്ള ആളായിട്ടില്ല. അപ്പൊ അയാളുമായി ബന്ധപ്പെട്ട് പലക്കറിഞ്ഞിട്ട് താത്കാലിക ഇന്നാലെ നടക്കനായ 16 താരീഖ് പൊതനാസരന്റെ നടക്കനായ ആ കൊലക്കേസില് താത്കാലിക അതിക്കൊരു തടയപ്പെടുന്നത് അത് ആ ജഡ്ജി ഈമായി ബന്ധപ്പെട്ട് നടന്നൊന്നായിട്ടില്ല. ഇനിയിപ്പോൾ ഉള്ളത് ആ ഫാമിലിയുമായിട്ട് മീറ്റായിട്ട് പലക്കറിഞ്ഞ് സമാപ്പ് ഉള്ളത്തിലുമായിട്ടില്ല ഉള്ളത്. ആ ഫാമിലി അത് മാഫ് കൊടുക്കുക ഇല്ലേ എന്നുള്ളത് അങ്ങനെ വിട്ടത്. പക്ഷെ ഇത്തരം സ്വരം നടന്നത് ഇത് 10 വർഷത്തിൽ ഈ ഇന്ത്യൻ ഗവൺമെന്റും ആക്കോ തീരിട്ടില്ല. പല ആളുമാർ അത് കിഞ്ഞു നോക്കിയിട്ടും ആക്കുക ആയിട്ടില്ല. എന്താ വെച്ചാൽ ആ ഏരിയത്തേക്ക് പോണുകാവില്ല എന്നെങ്കിൽ യമനത് പോണത് അത്ര സുലഭ ഇപ്പൊ ഇല്ല. എന്താ വെച്ചാൽ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് അവിടെ പോണത് വിടില്ല. ചില അവിടുത്തെ പരിസ്ഥിതി അങ്ങനെ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവിടത്തേക്ക് പോണത് വിടില്ല. അങ്ങനെയുള്ള പല പരിസ്ഥിതിയെല്ലാം ആ റായുമായി സംബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ടിട്ട് അവിടുത്തെ പരിസ്ഥിതിയും ആ റായത്തെ ആളുമാരുടെ ജീവനവും അങ്ങനെ ശൈലിയും അതെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ ഇവിടുത്തെ ഇന്ത്യത്തിൽ കമ്പയർ ആക്കിയിട്ട് ഇന്ത്യത്തിൽ ഇന്നതുപോലെ അതിനെ മനസ്സിലാക്കുക തീരാ. അപ്പൊ AP ഉസ്താദ് ഇടപെട്ടിട്ട് ഇത്ര സറാക്കിയത് താൻ ഒരു ഫോൺ കോൾ കൊണ്ടിട്ട് നടന്നതായിട്ട് ഇത് ഇന്ത്യൻ ഗവൺമെന്റ് പോലും ആക്കുക തീരാത്തത് എന്ന് ഇവിടെയുള്ള എല്ലാ ചാനൽമാരും ചർച്ച ചെയ്യുമ്പോൾ എല്ലാ ചാനൽമാരും ഉസ്താദിനെ അഭിനന്ദനാക്കുമ്പോൾ ಇದಕ್ಕೆ മുന്നോളൂ ഈ ചാനലിന്റെ ആളുമാരൊക്കെ ഈ മദ്രസ പഠിപ്പാട്ട് ഞങ്ങൾക്ക് എന്തൊരു തെരിയും കേട്ടങ്ങായിട്ടിരിക്കുന്നത്. ചില കമന്റ് ബോക്സിലെല്ലാം ഞാൻ കണ്ടിട്ട് മദ്രസ പഠിപ്പാട്ട് മദ്രസ പൊട്ടന്മാരുണ്ടാകാൻ ചൊല്ലേ അല്ല മുസ്ലിം പണ്ഡിതന്മാരെ 6ാം നൂറ്റാണ്ടിലുള്ള ചൊന്നെങ്കിൽ 1400 വർഷത്തിൽ 300 അങ്ങനെയുള്ള അങ്ങനെ ആ ഒരു കാലത്തിനനുസരിച്ച് ജീവിക്കിടങ്ങ എന്നായിട്ട് ഞങ്ങളെ തമാശകളെ ആ തമാശയാക്കപ്പെട്ട ആളുമാരിൽപ്പെട്ട പണ്ഡിതനായിട്ട് ഒരു പണ്ഡിതന്റെ പവർ ആയിട്ട് ഇവിടെ കാട്ടിയിരുന്നു. ഏങ്ങനെ ഒരു ഫോൺ കോൾ കൊണ്ട് ആ ഗല്ലു ശിക്ഷരെ താത്കാലിക തടയാക്കി തീർന്നുള്ളത് അല്ലെ. ഇനിയിപ്പോ ആ ഫാമിലിയുടെ പലക്കറിന്റെ സമാത്ര സ്വർണ്ണമുള്ളേ. പക്ഷെ ആ ഫാമിലി ഒപ്പെങ്കിൽ രക്ഷപ്പെടാം. അതിപ്പോ ഇനത്തെ വിഷയായിട്ടിരിക്കുന്നത്. അപ്പൊ ഇത്ര ചെന്നെങ്കിൽ ഇതല്ലെങ്കിൽ ഈ ഉസ്താദിനോട് കാലല്ലെങ്കിൽ അത് ഇന്നലെ കല്ല് ശിക്ഷ ആയിട്ടാവും. ചില ഓൻ ചെയ്ത തെറ്റുക ഓൻ ചെയ്ത തപ്പുക അർഹിക്കുന്ന ശിക്ഷ എന്ന് തന്നെയായിട്ട് ചൊല്ലാൻ ഇന്നലെ യമന്റെ ചില ചാനലുകളെ നോക്കിയാൽ അതൊക്കെ ചുമ അറബിയിൽ അങ്ങനെ ചാനൽ അതിൽ ചിലതൊക്കെ നോക്കിയിട്ടാകുമ്പോൾ അതിൽ ചില കമന്റ് ബോക്സുകളൊക്കെ നോക്കിയിട്ടാകുമ്പോഴത്തേക്കും അവിടെയും ചില അഭിപ്രായങ്ങൾ കണ്ടത് അവൾക്ക് മാഫ് കൊടുക്കാം, അവൾക്ക് ചില കഷ്ടം അനുഭവിച്ചൊരാള് അതല്ല അവള് ആക്കിയത് വലിയ തപ്പായിട്ട് കൊല്ലണം, മാഫ് കൊടുക്കണം, ഇങ്ങനെ പല അഭിപ്രായങ്ങൾ അതിലെ കമന്റ് ബോക്സിലും കണ്ടു. അപ്പൊ ഇതിനെ സംബന്ധിച്ച് അത് വെച്ചെങ്കിൽ ഇത് 10 വർഷത്തിൽ ഈ പ്രായമുണ്ടുള്ളത്. പക്ഷെ ഇത് ഈ കാൽമാർക്ക് കൊന്ത സുറുവായപ്പോയിട്ടെങ്കിൽ AP ഉസ്താദ് ഇടപെട്ടത് കൊണ്ട് മാത്രമായിട്ട് ഈക്ക് മുന്നോലിങ്ങ പൈസ സ്വരൂപിച്ചതാണ്. ഇതൊക്കെ സമിതി രചനാക്കിയത് ഒരു വക്കീലരെ ഏൽപ്പിച്ചതാണ്. അവനവിടേക്ക് പോയില്ല, അവന്റെ കയ്യിൽ കുറെ പൈസ എല്ലാം ഏൽപ്പിച്ചതായിട്ട് വിഷയത്തിലേക്ക് യഥാർത്ഥം എന്തിനാ നമുക്ക് കൊന്നില്ല. അപ്പൊ ഇത് പലതും കൂടെ നടന്നുകൊണ്ടിരിക്കും ഇത്തരത്തോളം. അപ്പൊ AP ഉസ്താദ് ഇടപെട്ടത് കൊണ്ടിട്ട് അത് ചില ആളുമാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കുറെ ആളുമാർ ഉസ്താദിനെ എതിർത്തനൊക്കെ അഭിനന്ദനാക്കിയത്. ഇപ്പൊ ഞാൻ മലയാള ചാനലുകൾക്ക് അതിലെ ചില ഹെഡ്ലൈൻ വന്നതായിട്ട് കാണാം. കാന്തപുരം AP ഉസ്താദ് എല്ലാ ചാനലുകളിലും AP ഉസ്താദ് നിറഞ്ഞിരിക്കല്. 99 ആളുമാറും ഉസ്താദിനെ അഭിനന്ദനാക്കും. 1% കൊടുക്കല്. അപ്പൊ ഞാനിത് എന്ത് ചൊന്നിട്ടെങ്കിൽ ചില ആളുമാരുടെ എഴുതിയതായിട്ട് കണ്ടെത്തേണ്ടതെങ്കിൽ എന്തുകൊണ്ട് AP ഉസ്താദ് ഇടപെട്ടില്ല, ഒരിക്കലെങ്കിലും നിങ്ങൾ AP ഉസ്താദിനെ മുട്ട പോയിടാം. എത്രയോ ആളുമാർ വന്നിട്ട് ഉസ്താദിനെ സഹായപ്പെടഞ്ഞിടറ്, അങ്ങനെ ആവശ്യങ്ങൾ ചൊന്നിടറ്, അങ്ങനെ കഷ്ടത്തിക്ക് പരിഹാരം കണ്ടത്. ഉസ്താദ് ഇത് ഫസ്റ്റ് അല്ല, എനിക്ക് മുന്നോളൂ ഉസ്താദ് എത്രയോ ആളുമാർക്ക് ഹെൽപ്പാക്കിയത്. ജയിലിന്റെ ജയിലിലെ ബുടുപ്പാട്ടും പല കാര്യത്തും ഉസ്താദിന്റെ ഗമനത്തിൽ വന്നത് ഉസ്താദ് ഇടപെട്ടു. പിന്നെ എല്ലാ ഉസ്താദ് നോക്കിയോണ്ട് ഞങ്ങളെ പോലെ വാട്സപ്പ് നോക്കിയോണ്ട് യൂട്യൂബ് നോക്കിയോണ്ട് ഇക്കടല്ല ഉസ്താദിക്ക് 10-35,000 പണ്ട മുതഅല്ലിമീങ്ങളും പഠിക്കുന്ന വിദ്യാർത്ഥികളും ആ സ്ഥാപനങ്ങളും അതിൽ നോക്കി അങ്ങക്ക് ചെലവ്, അങ്ങനെ ഫുഡ്, അങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിലൊക്കെ ഉസ്താദ് നടത്തണം. അതിന് മേലെ ഉസ്താദ് എന്തുണ്ട് വലിയൊരു സംസ്ഥയുടെ ഉസ്താദ് സെക്രട്ടറി ആയിട്ട് സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ. അതുപോലെ പല വിഷയങ്ങളിലും ഉസ്താദ് മുന്നലായിട്ട്. അപ്പൊ ആ ഉസ്താദ് ഈ വാട്സപ്പും യൂട്യൂബും നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പേരിക്കാണ്ട് ഉസ്താദ് അതെന്തോ സാറില്ല. ഉസ്താദിലെ ഫോണെ എടുക്കല് ഉസ്താദിലെ ഹാദി മുസാർത്താൽമാറായിട്ട് അങ്ങനെ ഉസ്താദ് കൊടുക്കല്.
അപ്പൊ ഉസ്താദ് ഇങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടും വാട്സാപ്പ് നോക്കിക്കൊണ്ടും അവിടുത്തെ ജയിലിലായിട്ടാണ് അവിടെ പോയിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ഉസ്താദ് ഉസ്താദ് സറസുമാറുണ്ട് സുബൈ നിസ്കരിച്ചിട്ട് ബുഖാരി സബുക്ക് എടുക്കരുത് 8-8:30 അവിടെ ഇക്കരുത്. അതായാൽ പിന്നെ എത്രയോ ആളുമാരോടെ പണ്ടത് അതിൽ മങ്ങനത്തെ വിഷയത്ത് പലക്കറെ വന്നിക്കിടാറ്, തലാഖയുടെ വിഷയത്ത് പലക്കറെ വന്നിക്കിടാറ്, പല പള്ളി സമിതി അത് പലതും ഉസ്താദ് പല മഹല്ലുകളിൽ കാതയായിട്ടിക്കട്. അപ്പൊ പല ആളുമാരോടെ വന്നിട്ടിക്കിടാറ്. അങ്ങനെ ഒരു ഉസ്താദ് അതിന് സമയം കൊടുക്കാൻ അതിൽ പിന്നെ ഉസ്താദ് പോകേണ്ട ആവശ്യങ്ങൾക്ക് പോകണം. ഇത്രയും വലിയ 10-30,000 പടി മുത്തഅല്ലിമീങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടുള്ള ഈ സ്ഥാപനം നോക്കണം. പല ഞങ്ങൾക്ക് ഒരു കുടുംബത്തെ ഒരാവുത്തര 5 മക്കും ഒരു പെഞ്ഞയിലും വളർത്തുകയോ ആ വളർത്തര മനുഷ്യർക്ക് സരി മൊബൈൽ നോക്കുകയോ ഫോൺ എടുക്കുകയോ സമയം കിട്ടില്ല. അവിടെ ആയിട്ടിട്ട് 10-35,000 വിദ്യാർത്ഥികളെ വെച്ചിട്ട് ഇത്രയും വലിയ സംസ്ഥ നടത്തിക്കൊണ്ടുള്ള ഉസ്താദ് നിങ്ങൾ വിചാരിച്ചിട്ട് വാട്സാപ്പും മൊബൈലും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുക്കുള്ള ടൈമോ പുരുഷത്തോ ഉസ്താദില്ല. എത്ര വർഷമായിട്ട് ഉസ്താദ് സമുദായത്തിന് വേനായിട്ട് അല്ലെ. ഇപ്പൊ കുറെ ടൈം മുന്നോളൂ ഉസ്താദ് ഒരു ഉമ്രത്തുക ഹജ്ജുക എന്തോ പോയ സമയത്തിലായിട്ട് ഉസ്താദിനെ പെഞ്ഞയിച്ചു വന്നത്. നാണ് ഉസ്താദിനെ മുട്ടത്തിൽ ഇത്ര നേരം തെച്ചു വന്നിട്ട് ഇത് കുറെ വർഷം ഇത്തുണ്ട് ജയിക്കാണ്ട്. എന്താണെങ്കിൽ ഉസ്താദ് ഫാമിലിയുടെ ഉസ്താദ് ഇക്കറ് എന്നാലും കൂടുതൽ ഇപ്പൊ ആ ഉസ്താദിന്റെ സ്ഥാനത്ത് വേറെ ആരും കണ്ടെങ്കിൽ ആ പെഞ്ഞയിലും മക്കളും വെച്ചോണ്ടി അവളെല്ലാം റായ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉസ്താദ് സമുദായത്തിന് വേനായിട്ട് കൂടുതൽ സമയം ചെലവാക്കിയത് എന്നുള്ളത്. ഇപ്പൊ വയനാട്ടിലുള്ള ഒരു പള്ളിക്ക് കുറെ വർഷத்துக்கு മുന്നേ ഇപ്പറല്ല, അതായത് ഈ ഞങ്ങളെ പ്രാരംഭ കാലഘട്ടത്തിൽ ഉസ്താദിലെ തുടക്ക കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഉസ്താദ് വലിയ പ്രഭാഷകനാണ്, ഉസ്താദ് വലിയ പ്രാസംഗികനായിട്ടുണ്ട്. അപ്പൊ ആ സമയത്തിലും അതിൽ പിന്നെ അതായത് 10-40 വർഷத்துக்கு മുന്നത്തെ വിഷയമായിട്ട് ചൊല്ലത്. വയനാട്ടിലുള്ള ഒരു റായത്തങ്ങ ഞങ്ങളുടെ റായത്ത് പള്ളിയില്ലാണ്ട് പോയിട്ടാകുമ്പോ ഉസ്താദിലെ പെഞ്ഞയിലെ ബംഗാർ വിത്തിട്ടായിട്ട് അങ്ങ് പൈസ കൊടുത്തത്. അണ്ട് ഇന്നത്തെ പോലെ സാമ്പത്തികമായ കഴിവോ ശക്തിയോ ഒന്നൊന്നുമില്ല. അപ്പൊ അപ്പൊ ഉസ്താദ് ഇടപെട്ടത് സമുദായത്തെ ആവശ്യത്തിന് സമുദായത്തിന് വേനായി. എത്രയോ യതീം മക്കൾ ഉസ്താദ് ഡോക്ടറാക്കിയത്, എത്രയോ യതീം മക്കളെ വളർത്തിയെടുത്ത് എഞ്ചിനീയർമാർ വലിയ വലിയ പോസ്റ്റ് എത്തുവാട്ടെ ആ കുടുംബത്തെ രക്ഷപ്പെടുത്തരുത്. അതൊക്കെ എന്തും ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് ഒരു 2 നാല് ഇന്ത്യൻ കണ്ടെങ്കിൽ ഇതൊക്കെ കണ്ണാരെ കാണും. എനിക്ക് ചുമ ദൂരം പോണ്ടല്ലോ. കോഴിക്കോട് നിങ്ങൾ 4 ഗಂಟೆ ട്രെയിനിൽ ജർണി ആക്കിയെങ്കിൽ എത്തുകൊള്ള ഞങ്ങൾ മുട്ടത്തറായിട്ടിക്കരുത്. അവിടെ പോയിട്ട് നല്ല മനസ്സോട് കൂടി ഉസ്താദ് കണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇന്ത്യൻ കണ്ടെങ്കിൽ അത് ഇതെല്ലാം ബോധ്യപ്പെടുന്ന വിഷയമായിട്ടിക്കരുത്. അപ്പൊ ഞാൻ ചുണ്ടുവന്നത് ഉസ്താദ് സമുദായത്തെ ആളുമാറ് പോയിട്ട് മുസ്ലിം ആവട്ടെ അല്ലാത്തങ്ങാവട്ടെ അവിടെ പോയിട്ട് അങ്ങനെ ഒരു കഷ്ടച്ചൊന്നെങ്കിൽ ഉസ്താദ് അതിക്ക് പരിഹാരം ഉസ്താദിന്റെ കയ്യിൽ അവരിതാക്കരുത്. അതാക്കാൻ നിന്നിട്ടില്ല. പോയോണ്ടിട്ട് നീന് ഏത് ജാതിയിലാണോ, നീന് ഏത് സംഘടനയാണോ, നീന് ഏത് ടീമിടാവുന്നുണ്ട് ഉസ്താദ് കേട്ട ചരിത്രം ഇന്നത്തോളം ഇല്ല. ഉസ്താദിന്റെ കയ്യിൽ അത് ഉസ്താദാക്കരുത്. ഞാനിപ്പോ നിങ്ങൾ നോക്കൂ, വഖഫ് ബോർഡുമായി സംബന്ധപ്പെട്ട ഒരു ബില്ല് പാസ്സായപ്പോ കേന്ദ്ര ഗൃഹസಚಿವ അമിത്ഷായുടെ മുട്ട പോയിട്ട് ഉസ്താദ് പലക്ക പറഞ്ഞത് നിങ്ങൾക്കത് ഈ മീഡിയകളിലൊക്കെ കണ്ടതായിട്ടുണ്ട്. നേരിട്ട് ഉസ്താദ് അവിടെ പോയിട്ട് ഹക്കീം അസ്ഹരിയും AP ഉസ്താദും പോയിട്ട് നേരിട്ട് പറഞ്ഞത്. അത് സക്സസ് ആയിട്ടോ ഇല്ലേ എന്നുള്ളത് അത് പിന്നത്തെ വിഷയമായിട്ട് പോയിട്ട് ചൊല്ലുക ഒരു ധൈര്യം കാട്ടൊരു പണ്ഡിതൻ AP ഉസ്താദ് അല്ലാണ്ട് വേറാറുണ്ട്. ആ സമയത്തൊക്കെ AP ഉസ്താദ് പ്രധാനമന്ത്രിയുടെ കണ്ടപ്പോ പ്രധാനമന്ത്രി BJPയുടെ ആളാവോ കോൺഗ്രസിന്റെ ആളാവോ ഓരോ കാലഘട്ടത്തിൽ ഓരോ ആൾമാർ വരും. ആ സമയത്തൊക്കെ ഉസ്താദ് പോയിട്ട് മുസ്ലിം സമുദായത്തിന് വേണ്ടതെല്ലാം ചെയ്യാമെന്ന് ചൊല്ലുമ്പോ അവിടെ BJPയുടെ ആള് പ്രധാനമന്ത്രി ആകുമ്പോൾ എന്തിനാ ചെന്നത്? BJPയുടെ മൊയിലാറുണ്ട്, BJPയുടെ മൊയിലാർമാർ, BJPയുടെ ആളുമാർ, BJPയുടെ ഉസ്താദുമാർ ഇങ്ങനൊക്കെ ചിത്രീകരിച്ചായിട്ടിരിക്കണം. അപ്പോ നമുക്ക് ഏതൊരു വിഷയത്തിലും ഇന്ത്യൻ ഗവൺമെന്റിലും അതല്ല സൗദി ഗവൺമെന്റ് ആവട്ടെ, യമൻ ഗവൺമെന്റ് ആവട്ടെ, മലേഷ്യത്തിലാവട്ടെ, സൗദി ഏത് രാജ്യത്ത് വേണമെങ്കിലും അവിടുത്തെ ഒരു ഗവൺമെന്റുമായി പലക്കെ പറയുകയും ചർച്ച ചെയ്യുകയും ഏക ഒരു പൗരുള്ള പണ്ഡിതനായിട്ട് സുൽത്താനുള്ളമായി AP ഉസ്താദ്. അതുകൊണ്ട് അള്ളാഹുടത്തേക്ക് വലിയ പദവിയും സ്ഥാനവും കൊടുത്ത് അത് ഞങ്ങൾ അംഗീകരിച്ച് തീരൂ. ഇനി ഞങ്ങൾ എന്തിനാക്കണം? ഉസ്താദിന് വേണ്ടി ദ്വാരക്കണം, ആഫിയത്തിന് വേനായി ദ്വാരക്കണം. കാരണം ഉസ്താദിന്റെ നേതൃത്വം നമുക്ക് ദീർഘകാല ആവശ്യമുണ്ട്. നമുക്കത് വേണം, ഈ സമുദായത്തിൽ വേണം. ഉസ്താദിന് വേണ്ടി ഞങ്ങൾ ദ്വാരക്കണം, മുസ്ലിം പണ്ഡിതന്മാർക്ക് ദ്വാരക്കണം. അതുപോലത്തെ നേതൃത്വം നമുക്ക് വേണം. അതേപോലെ ഇനിയും വിളഞ്ഞു വന്ന പണ്ഡിതന്മാർ നമുക്ക് വേണം.
നല്ല നല്ല പളക്കപ്പറയുടെ വാക്ചാതുര്യമുള്ള നല്ല ചില സമുദായത്തിന് എതിരവണ്ട വിഷയങ്ങൾക്കൊക്കെ ചുട്ട മറുപടി കൊടുക്കണമെങ്കിൽ പണ്ഡിതന്മാരൊക്കെ നമുക്ക് വളർന്നു പറഞ്ഞു. അങ്ങ് മുസ്ലിം സമുദായത്തെ കുറിച്ച് എന്ത് ചൊല്ലുകൊണ്ടു എനിക്ക് ഇന്നത്തെ ചാനലുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം. അതിലെ കമന്റ് ബോക്സുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം. മദ്രസത്തിൽ പഠിച്ച അങ്ങ് എന്തിനെ കൊണ്ടു അങ്ങ് 1400 വർഷத்துக்கு മുന്നത്തില ഉള്ളവർ അങ്ങ് ഇപ്പൊ എന്തായിട്ടില്ലേ, അങ്ങ് ഓൾഡ് ജനറേഷൻ മുന്നത്തെ ആൾമാര് അങ്ങ് ഇപ്പം എന്തായിട്ടില്ല, ഡെവലപ്മെന്റ് ആയിട്ടില്ല, അങ്ങ് മേൽ വന്നിട്ടില്ല, അങ്ങ് ആ പണ്ടത്തില് ഉള്ളത് എന്നുള്ള ആ ഒരു വിഷയമായിട്ട് മുസ്ലിം സമുദായത്തെ പണ്ഡിതന്മാരെ കുറിച്ച് അങ്ങ് ചൊന്നോണ്ടില്ലേ. അതേ ചൊന്ന നാവലായിട്ട് ഇപ്പൊ അങ്ങ് എന്തൊരു ചൊല്ലേ, കാന്തപ്പുറം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യുകാവാത്തത് AP ഉസ്താദാക്കി എന്ന് അതേ നാവ് കൊണ്ടായിട്ടാണ് ചൊല്ലേ. അപ്പൊ ഇത്ര ആളുമാർ മുസ്ലിം സമുദായത്തിൽ പെടാത്ത ആളുമാർ ഉസ്താദിന് ഇങ്ങനെയുള്ള പുകഴ്ത്തി ചൊല്ലുമ്പോ മുസ്ലിമീങ്ങളായ ഞങ്ങൾ ഇതിൽ ഞങ്ങൾ അഭിമാനിക്കേണ്ടതായിട്ട്, കാരണം ഞങ്ങൾ ഒരു പണ്ഡിതൻ കാട്ടി പകരു എന്ന് ഞങ്ങൾ അഭിനന്ദനാക്കേണ്ടതായിട്ട് ഉസ്താദിനെ ഞങ്ങൾക്ക് ആരാക്കേണ്ടതായിട്ട്. അപ്പോ ഈ ചെയ്തത് ഇതിനിടയിലെ ചില കാര്യങ്ങൾ എന്താണെങ്കിൽ ശിക്ഷ ഉസ്താദ് നടപ്പിലാക്കണ്ടെന്ന് ചൊന്നത് ഓലാക്കിയത് ശരിയെന്നല്ല, ഓലാക്കിയത് തപ്പുണ്ടേ ഞങ്ങൾ എല്ലാവരും ചൊല്ലേ. അത് ശരി താറും ചൊല്ലല്ലേ, കാരണം ഓലെ കേസ് എന്തിനെന്നുള്ളത് യമന്റെ സംബന്ധിച്ച് ഇൻഷാല്ലാഹ് എന്നൊരു വീഡിയോയിൽ നമുക്ക് അത് ചൊല്ലാം. ഇത് നീണ്ടു പോണ്ടത് വേണ്ട. അപ്പോ ഓലാക്കിയ സ്ഥലത്തേക്ക് ഓൾക്ക് ശിക്ഷ അത് ശരിയോ എന്ന മജണ്ടാളുള്ളറാക്കാം. അതായത് ഓരോ നിമിഷപ്രിയ എന്ന ഈ പാലക്കാടുള്ള പെണ്ണ് യമനിക്ക് പോയി അവിടെ ഒരു നഴ്സായിട്ട് നിന്നാൽ പിന്നെ റായത്തിൽ വന്നാൽ സ്വന്തം ക്ലിനിക്ക് തുടങ്ങുമ്പോൾ സിംഗിൾ ആയിട്ട് പോയാൽ അവിടെ യമന്റെ ഒരു പൗര അവിടെ ക്ലിനിക്ക് ആക്കണമെങ്കിൽ സ്വന്തം സ്ഥാപനം ആക്കണമെങ്കിൽ യമന്റെ ഒരാൾ വേണം. അപ്പൊ അവിടെ തലാലും ചൊല്ല ഒരാളെ കൂട്ടിപ്പിടിച്ചിട്ട് അവിടെ സ്ഥാപനാക്കിയത്. പിന്നെ ഇങ്ങളുടെ ജട്ടാപ്പട്ടിയിട്ട് അങ്ങനെ ആയിട്ട് ലാസ്റ്റില് ഓലെന്താക്കിയാൽ ഓനക്ക് ഒരു ഇഞ്ചക്ഷൻ വെച്ചാൽ ആ ഇഞ്ചക്ഷൻ വെച്ചതിൽ ഈ മനുഷ്യൻ മരിച്ചു പോയിട്ട് അത് വേണോട്ട കൈ അബദ്ധം അത് കൊന്നില്ല. അതിനിടയിൽ അതിൽ പിന്നെ ഓലെന്താക്കിയാൽ ഈ മനുഷ്യരെ പൂലാക്കിയിട്ട് ടാങ്ക് യന്ത്രിക്കായിട്ട് ഓലെ പാസ്പോർട്ട് എടുത്തിട്ട് രക്ഷപ്പെടുക നോക്കുമ്പോ ആയിട്ടിക്കോ ഓരെ പിടിച്ചത്. അങ്ങനെ ആയിട്ടിക്കോ ജയിലാക്കി. ഇതായിട്ട് 10 വർഷമായിട്ട്. പക്ഷെ ഇതിന്റെ ആൾമാർക്കൊക്കെ കൊണ്ടവിടെ AP ഉസ്താദ് ഇടപെട്ടൽ. പിന്നെ അപ്പോ ഉസ്താദിന്റെ ഇടപെടൽ അത് പിന്നെ അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ടുള്ള ഒരു വിഷയമായിട്ടിരിക്കണം. അപ്പോ ഉസ്താദിന് അത്രക്കും വലിയ പവർ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. മലേഷ്യത്തങ്ങ് വരെ ഉസ്താദിന് ചാർട്ടേഡ് ഫ്ലൈറ്റ് ആക്കിയിട്ട് ഉസ്താദ് അവിടെ വെളിപ്പാറ്റിയാൽ ഉസ്താദിന് വലിയ ഗൗരവം കൊടുത്താറ്. പല രാജാക്കന്മാരും ഉസ്താദിന് നല്ല ഗൗരവത്തോടു കൂടി ആയിട്ട് കണ്ടത്. അപ്പോ മുസ്ലിം ലോകം ഇന്ത്യ ഞങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പുറത്തുള്ള പല ഭാഗങ്ങളിലും ഉസ്താദിന് വലിയ ഇത്ര ഗൗരവം കൊടുക്കുമ്പോൾ ഉസ്താദിന് പലക്കത്ത് ഇത്ര വിലയിക്കുമ്പോൾ അതിൽ ഞങ്ങൾ അഭിമാനിക്കേണ്ടതായിട്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ ഷറുകളിൽ നിന്ന് ഞങ്ങളെയും എല്ലാവരെയും അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.